ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കേക്കിൻ്റെ ബേസിക് കഴിഞ്ഞവർക്ക് ചെറിയ ചെറിയ ഓർഡറൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഡെക്കറേഷൻസാണിത്. ഞാനിന്ന് ചോക്കോ ട്രഫിൾ കേക്കിൽ വയ്ക്കാനായിട്ടാണ് ഈ ഡെക്കറേഷൻസ് ഉണ്ടാക്കിയത്. ചോക്കോ ട്രഫിൾ കേക്ക്, വാൻചോ കേക്ക്, ചോക്ലേറ്റ് കേക്ക്, ഇതിനെല്ലാം ഇതുപോലെ ഡിസൈൻസ് ഉണ്ടാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചോക്ലേറ്റിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ചുകൂടി വലിപ്പമുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. താഴത്തെ വെള്ളത്തിൽ മുകളിലത്തെ പാത്രം ഒട്ടും തന്നെ തട്ടി നിൽക്കരുത്. മുകളിലായിട്ടിരിക്കുന്ന പാത്രം വേണം എടുക്കാനായിട്ട്. അതുപോലെ ഈ മുകളിലത്തെ പാത്രം നല്ലപോലെ തുടച്ച് ഉണക്കിയ പാത്രമായിരിക്കണം. അതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഡാർക്ക് കോമ്പൗണ്ട് മാത്രം ഇടുവാണെങ്കിൽ നല്ലൊരു കടുപ്പമാണ്, ഒരു കയ്പ്പ് രസം പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മിൽക്ക് കോമ്പൗണ്ടും കൂടെ ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ താഴത്തെ വെള്ളത്തിലെ ചൂട് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് മെൽറ്റായിട്ട് വരും. കുറേ സമയം തീ കത്തിക്കുകയൊന്നും വേണ്ട. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൽ വെച്ച് തന്നെ ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അത് മാറ്റാം. ഇനി മറ്റൊരു പാത്രത്തിൽ ഞാൻ വൈറ്റ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. വൈറ്റ് കോമ്പൗണ്ടും അതുപോലെ തന്നെ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. ഒരുപാട് സമയം തീ കത്തിച്ച് വെച്ച് മെൽറ്റാക്കി എടുക്കുകയൊന്നും വേണ്ട. തിളച്ച വെള്ളത്തിന് മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നല്ല സ്മൂത്തായിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചോക്ലേറ്റ് മെൽറ്റാക്കിയ ശേഷം ഞാൻ ഒരല്പം തണുത്ത ശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അതിലൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. ഡെക്കറേഷൻസ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള OHP ഷീറ്റാണ് വേണ്ടത്. അത് നമ്മൾ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന കടകളിലോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിലോ ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇനി ഈ ചോക്ലേറ്റ് ഇതുപോലെ വെറുതെ ഷീറ്റിലേക്ക് ആക്കി കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഒരു മാർബിൾ ഷീറ്റ് പോലെ ചെയ്യാനായിട്ടാണിത്. കേക്കിൻ്റെ സൈഡിൽ മുഴുവനും ചുറ്റും ഡെക്കറേറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വേണം. ഈ ഷീറ്റിൻ്റെ രണ്ട് സൈഡിലും ചെയ്ത് വയ്ക്കാം. ഇനി ഇത് ഒരല്പസമയം ഒരു 10 സെക്കൻഡ് ഇതുപോലെ തന്നെ വെളിയിൽ ഇങ്ങനെ വെച്ചേക്കണം. ചോക്ലേറ്റ് ഒന്ന് കട്ടിയായി പോകുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് കട്ടിയാവുന്ന പോലെ വന്നാൽ മതി. അതിനുശേഷം ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തത് അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതും സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചാലും മതി. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒഴിക്കുകയാണ്. അതിനുശേഷം സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. ഒരു മാർബിളിൻ്റെ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടും കൂടെ മിക്സായിട്ട് വരണം. എന്നാൽ ഒരുപാട് അങ്ങ് മിക്സായി പോവുകയും ചെയ്യരുത്. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അടുത്തതിലും ഇതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് നിരത്തി കൊടുക്കാം. വൈറ്റും ഡാർക്കും കൂടെ ഒരുപാട് അങ്ങ് മിക്സായി പോകാതെ ചെറിയൊരു മാർബിൾ ഡിസൈൻസ് പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത ശേഷം ഫ്രീസറിലേക്ക് വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. സെറ്റായിട്ട് വരും. ഇനി നമുക്ക് റോള് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഡാർക്ക് കോമ്പൗണ്ട് ഒഴിക്കാം. അതിന് മുകളിലായിട്ട് വൈറ്റ് ഒഴിക്കാം. അതും ഒരു മാർബിളിൻ്റെ ഡിസൈനിൽ റോള് ചെയ്തെടുക്കാനായിട്ടാണ്. നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ അങ്ങ് വെളിയിൽ വെച്ചേക്കണം. ഈ ചോക്ലേറ്റ് ഒഴുകുന്ന പരുവം ഒന്ന് മാറി കിട്ടണം. അതുപോലെ ഒന്ന് വെച്ച ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇത് ഒഴിച്ച് ഉടനെ തന്നെ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതങ്ങ് പടർന്നു പോകും, ഒരുപാട് അങ്ങ് ഒലിച്ചു പോകും. അപ്പോൾ ഒന്ന് ഒഴുകുന്ന പരുവം മാറിയ ശേഷം മാത്രമേ റോൾ ചെയ്തെടുക്കാവൂ. നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കാം. രണ്ടോ 3 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഇത് സെറ്റായിട്ട് വരും. ഇനി അടുത്തൊരു ഡിസൈൻസിനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം. ഇത്രയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വൈറ്റ് കോമ്പൗണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം.
ഇതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കി എടുക്കുകയാണെങ്കിൽ ഇതും കേക്കിൻ്റെ സൈഡിലൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയാണ്. ഞാനിത് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുകയാണ്. എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഡിസൈൻസാണിത്. കുറേ പേർക്കൊക്കെ ഇത് നല്ലപോലെ അറിയാമായിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. കേക്കിൻ്റെ പഠിച്ച് തുടങ്ങിയവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻസാണ്. മുഴുവനും ഇതുപോലെ വരച്ചെടുക്കാം. മുഴുവനും ഇതുപോലെ വരച്ച ശേഷം ഫ്രീസറിലേക്ക് വയ്ക്കാം. ഇനി ഒരു ഫ്ലവറോ കപ്പോ പോലെയൊക്കെ ചെയ്യാനായിട്ട് ഒരു കപ്പിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ വൈറ്റ് കോമ്പൗണ്ട് ഒഴിക്കാം. എന്നിട്ട് ഒരു സ്പൂണോ സ്പാച്ചുലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുകളിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാനായിട്ടാണ്. അതിന് മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഇതുപോലെ വെറുതെ ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും വേണ്ട, വെറുതെ വരച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു ഓർഡറൊന്നും ഇല്ലാതെ വരച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതും ഫ്രീസറിലേക്ക് വയ്ക്കാം. ഇനി ആദ്യം നമ്മൾ വെച്ച മാർബിളിൻ്റെ ഷീറ്റ് എടുക്കാം. അത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എടുത്ത് മാറ്റാം. ഇനി ഇത് ഒടിച്ചിട്ട് വേണം കേക്കിൻ്റെ സൈഡിലേക്ക് വയ്ക്കാനായിട്ട്. ഓർഡറിലൊന്നും ഒടിക്കേണ്ട, വെറുതെ ചെറുതും വലുതുമായിട്ടുള്ള പീസായിട്ട് ഒടിച്ച് സൈഡിൽ വയ്ക്കണം. അതാണ് കാണാനായിട്ട് ഭംഗിയുണ്ടാകുന്നത്. ഇതെല്ലാം ഒടിച്ച് വെച്ചിട്ടുണ്ട്. അത് കേക്കിൻ്റെ സൈഡിലേക്ക് വയ്ക്കാം. ചോക്കോ ട്രഫിൾ കേക്കിൻ്റെ സൈഡിലേക്ക് വയ്ക്കാം. ഈ കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഇനി റോള് എടുത്ത് നോക്കാം. അത് എടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഇതിൽ ഒഴിക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വേണം ഒഴിക്കാനായിട്ട്. തീരെ നൈസായിട്ട് ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് പൊട്ടിപ്പോകും. കുറച്ച് കട്ടിയായിട്ട് ചോക്ലേറ്റ് ഒഴിക്കുവാണെങ്കിൽ പൊട്ടിപ്പോകുകയൊന്നുമില്ല. എന്നിട്ട് ഇതിനെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് വേണം കേക്കിലേക്ക് വെക്കാനായിട്ട്. ഇത്രയും നീളത്തിൽ വെക്കണ്ട, രണ്ടായിട്ടൊന്ന് മുറിക്കാം. അപ്പോൾ കത്തി ഒന്ന് ചൂടാക്കിയ ശേഷം മുറിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. പൊട്ടിപ്പോകാതെ നന്നായിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലവർ കേക്കിൻ്റെ കപ്പോ ഫ്ലവറോ അതുപോലെ ചെയ്തത് എടുത്ത് മാറ്റാം. ഇതും എടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് ബട്ടർ പേപ്പർ മാറ്റണം. പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നല്ല സൂക്ഷിച്ച് എടുത്ത് മാറ്റണം. ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലൊരു കപ്പ് പോലെയോ ഫ്ലവർ പോലെയോ ഒരു മോഡൽ കിട്ടിയിട്ടുണ്ട്. ഇതും കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച ശേഷം ചെറിയോ ഷുഗർ ബോൾസോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഡിസൈൻസും എടുത്ത് മാറ്റാം. ഇത് കേക്കിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ വെച്ച് കൊടുക്കാം. മുകളിൽ നിറയെ ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ടാവും. ചോക്ലേറ്റ് കേക്കിനും ബാൻചോ കേക്കിനും ചോക്കോ ട്രഫിൾ കേക്കിനും ഒക്കെ ഇതൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് ഞാൻ കേക്കിൻ്റെ സൈഡിലും വെച്ചിട്ടുണ്ട്, മുകൾ ഭാഗത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഡിസൈൻസാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഈ കേക്കിൽ മുഴുവനും ഞാൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.